വിധി വിധി എന്നോർത്തുറച്ചു വിറങ്ങലിച്ച് ഉണരാൻ മടിക്കയാണിന്നും. ജീവിതത്തിനെ വിധിയുടെ വഴിക്ക് വിട്ട് ഉണരാൻ മടിക്കുന്നവരോട് എനിക്ക് പറയാൻ ഓർമ്മ വരുന്നത് പണ്ടേ പറഞ്ഞുപോയ ഒരു തമിഴ് ചൊല്ലാണ്. തൂങ്കാതെ തമ്പി തൂങ്കാതെ സോംബേറി എന്ന പേർ വാങ്കാതെ. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഉണർന്നിരിക്കുന്ന ചിന്തകൻ ശ്രീ വി കെ ശ്രീരാമൻ. ഗുഡ് ഈവനിങ് സർ. എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്? അതെ, ചിന്തകനൊന്നല്ല, ഉണർന്നിരിക്കുന്ന ഒരു ഒരു ജിജ്ഞാസു എന്ന് വേണമെങ്കിൽ. ഉണർന്നിരിക്കുന്ന ജിജ്ഞാസുവായ ചിന്തകൻ ശ്രീ വി കെ ശ്രീരാമൻ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ശില്പ. ആരാണ് ഇന്ന് ആദ്യമായി എത്തിച്ചേരുക? അതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. എൻ്റെ പേര് സുജാതി സാറ. എൻ്റെ വീട് കോട്ടയത്തിനടുത്തുള്ള വാകത്താനം എന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് ജെയ്സൺ, അദ്ദേഹം ബിസിനസ്മാനാണ്. 2 മക്കൾ. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകള് 2.5 വയസ്സ്. ഹസ്ബൻഡിൻ്റെ അമ്മ എല്ലാവരും ചേർന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ KSRTCയിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്നു. 10 വർഷം മുമ്പ് അശ്വമേധം സംപ്രേഷണം ചെയ്തിരുന്നപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അന്ന് ഞങ്ങൾ ഈ അശ്വമേധം കണ്ടിട്ട് സ്കൂളിൽ ഈ ഗെയിം കളിക്കാറുണ്ടായിരുന്നു. അന്ന് മുതലേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇതിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. സുജ ഷഫിൾ ചെയ്തൊരു വിഷയമെടുത്ത് നന്നായി പ്രാർത്ഥിച്ചു. സുജ, അപ്പോ ഇരിക്കാൻ വരട്ടെ. സുജയ്ക്ക് ഭയങ്കര ധൃതിയാണ് മത്സരിക്കാൻ. റെഡി? സുജ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നുണ്ട് സർ. ശില്പ റെഡി? ഇനി ഇരുന്നു. സുജ. അതെ സർ. സുജ, നിങ്ങളുടെ ഈ ഗതാഗത വകുപ്പൊക്കെ ആകെ നഷ്ടത്തിലാണെന്ന് പറയുന്നത്. പോയ ദിവസം ഒരു വാർത്ത വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയുണ്ടായി. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരി അവരുടെ പെൻഷനും ശമ്പള കുടിശ്ശികയും ഒന്നും കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത വാർത്തയുണ്ടായിരുന്നു. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. വലിയ ബുദ്ധിമുട്ട്. ശമ്പളവും കിട്ടുന്നുണ്ടോ? ശമ്പളം കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജോലി പോകൂല്ലേ? അപ്പൊ ഒരു പാട്ട് പാടും. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നു ചിണങ്ങാതെ ഒന്നു കൂടെ പോരു പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞു മൈനയുറങ്ങിയില്ലേ, താരാട്ടു പാട്ടും ഒരു തത്തയുറങ്ങിയില്ലേ, എന്നെ എന്റെ നെഞ്ചിൽ ചാഞ്ഞ ചിന്നൻ കൂട്ടിൽ മെല്ലെ മുട്ടിയില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരു പൂവേ. പ്രണയ വിവാഹമായിരുന്നോ? അല്ല. തുടങ്ങാം. അതെ. സുജ മത്സരത്തിന് തയ്യാറാണ് അല്ലേ? നമുക്ക് കടക്കാം വിപരീത സമസ്യയുടെ സുദൃഢ മേഖലയിലേക്ക്. യാഗം. പുരുഷൻ? അതെ. ഇന്ത്യൻ? അതെ. മലയാളി ആണ്. അതെ. അത് ചോദിക്കാതിരിക്കണ്ടെന്ന് വേണ്ട. എന്താ പറയുന്നു? ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അതെ. ചെറുകഥ, നോവൽ ഇതിലൊന്നാണോ പ്രധാനം? അല്ല. കവിത? അല്ല. നാടകം? അല്ല. ചെറുകഥ, നോവൽ അല്ല എന്നാണ് പറഞ്ഞത്. പ്രധാന മേഖല? അതൊക്കെ പ്രധാന മേഖലകളാണ്. അദ്ദേഹം അറിയപ്പെടുന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, അതൊരു മേഖലയാണ്. അതൊരു മേഖലയാണ്, പ്രധാനപ്പെട്ട മേഖല. നോക്കാം. 1980 ശേഷം മരണം. ഹാസ്യ സാഹിത്യം, ബാലസാഹിത്യം, നിരൂപണം, വിമർശനം ഇവയിലൊന്നിലാണോ അദ്ദേഹം അറിയപ്പെടുന്നത്?
അല്ല. അല്ല. കവിതയല്ല, ചെറുകഥയല്ല, നോവലല്ല, നാടകമല്ല, ഹാസ്യസാഹിത്യമല്ല, ബാലസാഹിത്യമല്ല, നിരൂപണമല്ല, വിമർശനമല്ല. എന്നാൽ സാഹിത്യം, ലിറ്ററേച്ചർ തന്നെയാണ് പ്രധാന മേഖല എന്നുറപ്പാണ് അല്ലേ? ഗുഡ്. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? ഉണ്ട്. ലൈഫ് ലൈൻ വേണോ? ലൈഫ് ലൈൻ വേണം. ഉണ്ട്. ഉണ്ട്. വിവർത്തനം, ലെക്സിക്കോഗ്രാഫി, പത്രപ്രവർത്തന സാഹിത്യം, ഇതിലൊന്നാണോ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? ലൈഫ് ലൈൻ എടുക്കും. ഇതിലൊന്നല്ല പ്രശസ്തി, അതിലൊന്നല്ല, ആ മേഖലകളിലല്ല പ്രശസ്തി. ക്രിയേറ്റീവ് ലിറ്ററേച്ചർ തന്നെയാണോ? സർഗാത്മക രചന തന്നെയാണോ? ക്രിയേറ്റീവായ ലിറ്ററേച്ചർ, സ്വന്തമായി മൗലികമായി ഒരു അതായത് വൈജ്ഞാനിക സാഹിത്യം അല്ലാത്ത രചനയാണ് എന്നാണ് ചോദ്യം. ആണ്. അപസർപ്പക സാഹിത്യം അല്ല. ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട് സർ. ഉണ്ട്, ഓഫ് കോഴ്സ്. വീടിന്റെ പേര് ചന്ദ്രകാന്തം എന്നാണോ? ഒരു ലൈഫ് ലൈൻ കൂടി. അത് പറഞ്ഞാൽ പിന്നെ ലൈഫ് പോയി. ആണ്. ആണ്. ഞാൻ അതിശക്തമായി വിയോജിക്കുന്നു കേട്ടോ. കാരണം കാപ്പിരികളുടെ നാട്ടിൽ എഴുതിയാലും ബാലദ്വീപ് എഴുതിയാലും ഒക്കെ തന്നെ, എത്രത്തോളം സഞ്ചാര സാഹിത്യം എഴുതിയാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം എസ് കെ പൊറ്റക്കാട് ഏറ്റവും വലിയ നോവലിസ്റ്റ് തന്നെയാണ്. ഒരു ദേശത്തിന്റെ കഥ എഴുതിയ നോവലിസ്റ്റ് തന്നെയാണ്. ഞാൻ സഞ്ചാര സാഹിത്യത്തിൽ ഉറച്ചു നിന്നു. എസ് കെ പൊറ്റക്കാടാണോ മനസ്സിൽ? അതെ. എസ് കെ പൊറ്റക്കാട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നോവലിസ്റ്റാണ്. അത് ഒരു ദേശത്തിന്റെ കഥയായാലും ഒരു തെരുവിന്റെ കഥയായാലും ഒക്കെ എസ് കെ പൊറ്റക്കാട് വരച്ചു കാട്ടിയ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തെ ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സഞ്ചാര സാഹിത്യകാരൻ എന്ന ട്രാവലോഗ് റൈറ്റർ എന്ന് പറയാമെങ്കിലും ഒരു നോവലിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം അതിന്റെ അതിരുകൾ ഭേദിച്ച് കടന്നു കഴിഞ്ഞ ഒരു എഴുത്തുകാരനാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റാണ് അദ്ദേഹം, അല്ലേ? ശരി. എസ് കെ പൊറ്റക്കാട് 1913 മാർച്ച് 14 കോഴിക്കോട്ടെ കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന സ്കൂൾ അധ്യാപകന്റെ മകനായിട്ടാണ് ശങ്കരൻകുട്ടി പൊറ്റക്കാട് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം കോഴിക്കോട്ടെ ചാലപ്പുരം ഗണപത് സ്കൂളിൽ നടത്തിയ ശേഷം സാമൂതിരി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് നേടുകയും പിൽക്കാലത്ത് ഗുജറാത്തി വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമായ എസ് കെ പൊറ്റക്കാടിന് 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണേഷ്യ, പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളും സന്ദർശിക്കുകയും പല നവീനമായ യാത്രാ വിവരണങ്ങൾ സംഭാവന നൽകുകയും ചെയ്ത എസ് കെ 1982 ഓഗസ്റ്റ് 6 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പേര് മനോഹരമല്ലേ? ചന്ദ്രകാന്തം എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പേര് കേട്ടോ. ഇതാ സുജ, ഈ അശോപഹാരം സുജയ്ക്ക് സമ്മാനം. ഒപ്പം മിർ റിയൽറ്റേഴ്സിന്റെ ഒരു ക്യാഷ് അവാർഡും. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ ചോദ്യം: ആരാണ് ഇബിലീസുകളുടെ നാട്ടിൽ എഴുതിയത്?